സംഗീത മധുരവുമായി മനം കവർന്ന ഓമന കുരുന്നുകളുടെ ആലാപന വിരുന്നിലേക്ക് ഏവർക്കും സ്വാഗതം. കുഞ്ഞു കുറുമ്പുകൾക്ക് കുന്നോളം സ്നേഹവാത്സല്യം പകരാൻ നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ്. വെൽക്കം എം ജി അങ്കിൾ, ദീപു അങ്കിൾ, മധു അങ്കിൾ, ഒപ്പം നമ്മുടെ സ്വന്തം മുകേഷ് അങ്കിൾ. സംഗീത മണിമുത്തുകൾക്ക് അകമ്പടിയുമായി നമ്മുടെ പ്രിയപ്പെട്ട ബാൻഡ്. വെൽക്കം ഫ്ലവേഴ്സ് ടോപ്പ് ബാൻഡ്. അനുഗ്രഹനാഥ സൗന്ദര്യം കൊണ്ട് മനം കവർന്നെടുക്കാൻ പാലക്കാട് നിന്നും തീർത്ഥക്കുട്ടി എത്തുന്നു. വെൽക്കം തീർത്ഥ ഓൺ സ്റ്റേജ്. മോർണിംഗ് ഫ്ലൈറ്റിന് എത്തിയിട്ടുള്ളൂ മക്കളെ. എന്താണ് പേരെന്നറിയോ? ഷിങ് ഷുങ് ഷാ, മെയ്ഡ് ഇൻ ചൈന. തീർത്ഥക്കുട്ടി, ഏത് പാട്ടാ പാടുന്ന മോള്? കടക്കണ്ണിലൊരു കടൽ കണ്ടു എന്ന പാട്ട് എഴുതിയത് അദ്ദേഹം ഒരുപാട് നല്ല പാട്ട് എഴുതിയ ഒരു നല്ല മനുഷ്യനാണ്. ഈ നല്ല മനുഷ്യൻ എന്ന് ബ്രാക്കറ്റിൽ പറയുന്നത് എന്താണെന്ന് അറിയോ? അദ്ദേഹം ദേഷ്യപ്പെട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും കുറിച്ച് കുറ്റം പറഞ്ഞോ ഇന്ന് വരെ ഞാൻ കേട്ടിട്ടില്ല. ഞാൻ എൻ്റെ ബാല്യകാലം മുതൽ എൻ്റെ ചേട്ടൻ്റെ കൂടെ കാണുന്ന ഒരു എഴുത്തുകാരനും ഒരു കവിയാണ് പൂവച്ചൽക്കാർ. അദ്ദേഹത്തിൻ്റെ പാട്ടെടുത്തതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ് ഭാവി. താങ്ക് യു. മോള് ധൈര്യമായിട്ട് പാടിക്കോ. ഇതില് മാർക്കൊന്നും പോവില്ല. ധൈര്യമായിട്ട് പോവാം. റെഡി? 1 2 1 2 3 4. ിൽ
തീർത്ഥക്കുട്ടി എന്ത് വൈ ഗ്ലൂ എന്ന് പറഞ്ഞു വന്നത്? അതെ, ഇടയ്ക്കിടയ്ക്ക് അതെന്ത് പറ്റിയതാ? എന്തായിരുന്നു ഗ്ലൂ? അത് ഇറക്കിയതാ. ഇറക്കിയതാന്ന്. വെള്ളം ഇറക്കിയതാണോ? ആ, അത് ഇനി വെള്ളം ഇറക്കാതിരുന്നാ മതി. എത്ര ഇതിനകത്ത് വേറെ വലിയ കാര്യമൊന്നുമില്ല, മലമറിക്കുന്ന കാര്യമൊന്നുമില്ല. മോള് നന്നായിട്ട് പാടിയ സ്ഥലങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. അതെ അതെ, പാടിയതൊക്കെ സൂപ്പറായിട്ട് പാടിയിട്ടുണ്ട്. എല്ലാം പെർഫെക്റ്റ് ആണ്. കുറച്ച് താളം ഇടയ്ക്ക് മോക്ക് ഗ്ലൂ വന്നതിന് ശേഷം മോടെ മുഖം ഇത്തി അങ്ങ് മാറി. അതെ അതെ. മോളെ സാരമില്ല കേട്ടാ. മോക്ക് നല്ല ജ്ഞാനസ്ഥയാണ്, നന്നായിട്ട് പാടുന്നുണ്ട്. എല്ലാം പാടിയിടത്തോളം കറക്റ്റാണ്. എത്രയോ പാട്ടുകൾ ഇനി പാടാൻ കിടക്കുന്നു. അതൊക്കെ പാടുമ്പോഴത്തേക്ക് മോള് തെളിഞ്ഞ് നല്ല പുഷ്പം പോലെ വരത്തില്ല. തീർത്ഥക്കുട്ടി, ഈ ഗുളു പറ്റി പാട്ട് നിന്ന് പോയി പാനിക്കായി മോള്. അല്ല, അത് കഴിഞ്ഞില്ല. പാനിക്കായിട്ട് നമ്മളില്ല കുഴപ്പമില്ല, കേറിക്കോ, പിടിച്ച് കേറിക്കോ എന്ന് പറഞ്ഞൊരു കൗണ്ട് കൊടുത്തുമ്പോഴേ അതിന്റെ മുകളിൽ പിടിച്ച് കയറി അടിച്ച് പൊളിച്ചു. അതാണ് ഇതിൽ ഏറ്റവും വലിയ കാര്യം. അത് സൂപ്പർ ആയിരുന്നു കേട്ടോ. പവറിലാ പാടിയത്. അതെ അതെ അതെ, അതാണ് ഏറ്റവും കൂടുതൽ വേണ്ടുന്നത്. നേരെ മറിച്ച് അവിടുന്ന് പതറിപ്പോയി ഒന്ന് കരഞ്ഞു പോയിരുന്നെങ്കിൽ, അങ്ങനെയൊക്കെ വല്ലതും പറ്റിയിരുന്നെങ്കിൽ പിന്നെ നമുക്ക് മനസ്സിലാവും, അയ്യോ ഈ കുട്ടിക്ക് സ്റ്റേജിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ധൈര്യം ഇല്ല. അപ്പൊ നമ്മൾ പിന്നെ ഈ കുട്ടി വരുന്ന സമയത്ത് നമുക്ക് ഒരു ഉറപ്പില്ലാതെ, ഈ കുട്ടി എന്തെങ്കിലും പ്രശ്നം പറ്റിപ്പോയാൽ കരഞ്ഞ കുട്ടിയല്ലേ, അപ്പൊ നമുക്ക് വെക്കാം. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ മോള് അതൊന്ന് തിരിച്ച് കയറി വന്ന് അടിച്ചു പൊളിച്ച് തീർത്തപ്പോ നമുക്ക് കൂടുതൽ സന്തോഷമായി. അതുകൊണ്ട് നന്നായി, ആ ഗുളു വന്നത് നന്നായി. അപ്പൊ ഇനി അത് വരാതെ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇതിപ്പോ പാടിയതെല്ലാം MG അങ്കിൾ പറഞ്ഞ പോലെ തന്നെ പാടിയതെല്ലാം ഗുളു ഒഴിച്ച് ബാക്കിയെല്ലാം സൂപ്പർ, ഫാന്റാസ്റ്റിക്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ കുട്ടിയും ഗുളുമോ, നമ്മുടെ ഈ തവണത്തെ ഗുളുമോളാക്കണ. അത് ഗുളു അല്ല, ഇത് ഗ്ലൂ മോൾ. അപ്പൊ തീർത്ഥക്കുട്ടി പാടിയത് അത്രയും നന്നായിരുന്നു കേട്ടോ. ഇങ്ങനെ പേടിച്ചിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഈ ഇവര് പറഞ്ഞ ഗുളു വരുന്നത്. റിഹേഴ്സലിന്റെ സമയത്ത് കുഴപ്പമുണ്ടായില്ല, പിന്നെ ടേക്ക് പറഞ്ഞ പിന്നെയാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായത്. ഞങ്ങൾ ആരെങ്കിലും പേടിപ്പിച്ചോ? ആരെങ്കിലും പേടിയുണ്ടോ അവിടെ? ഇല്ല. പിന്നെ എന്തിനാ പേടിച്ചത്? ഇതൊക്കെ നമ്മളൊക്കെ അമ്മാവന്മാരാന്ന് വിചാരിച്ചാൽ മതി. MG അങ്കിൾ, ദീപു അങ്കിൾ, മധു അങ്കിൾ, മുകേഷ് അങ്കിൾ ആയിരിക്കണം കുറെ അമ്മാവന്മാര്. നമ്മുടെ കൊച്ച് അതെ, കൊച്ചമ്മാവന്മാര്. അപ്പൊ പിന്നെ എന്തിനാ പേടിക്കണേ? ധൈര്യമായിട്ട് പാടിക്കോ. ഓക്കെ, പാടിയത് അത്രയും വളരെ നന്നായിരുന്നു. ചില സ്ഥലത്ത് ഇത്തിരി താളം പ്രശ്നം ഉണ്ടായിരുന്നു മാത്രം, ബാക്കിയെല്ലാം അടിപൊളി. ഓക്കെ. തീർത്ഥക്കുട്ടി, മോൾക്കൊരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നു, അത് വല്ലതും പറഞ്ഞു തന്നു. പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുന്നു, ആ മിസ്റ്റേക്കൊക്കെ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് പറയും. അതായത് ഇങ്ങനെയുള്ള അനുഭവങ്ങളാണ് ഏറ്റവും വലിയ അനുഭവങ്ങൾ. കാര്യം ഇനി ഇത് വരാതിരിക്കാൻ എന്ത് ചെയ്യണം, ഇതിനെ നമ്മൾ അതിജീവിക്കാൻ എന്ത് ചെയ്യണം. എല്ലാ സ്ഥലത്തും പോയി കുറേ സ്ഥലത്ത് പോയി വിജയിക്കുന്നവർക്ക് അനുഭവങ്ങൾ കുറവായിരിക്കും. ഇങ്ങനെയുള്ള ഒരു സംഭവം വരുമ്പോഴാണ് നമ്മൾ വളരെ കോഷ്യസ് ആവുന്നതും നമ്മളതിനെപ്പറ്റി ചിന്തിക്കുന്നതും മനസ്സിലാക്കുന്നതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഇച്ചിരി കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടെങ്കിലാണ് ഏറ്റവും വലിയ നിലയിലെത്താൻ പറ്റുന്നത്. ഇപ്പോൾ അങ്കിളിൻ്റെ ഒരു ചെറിയ കാര്യം ഞാൻ പറയാം. അങ്കിള് ഒരു നടനാണ്, അറിയാമല്ലോ. ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു നാടക മത്സരത്തിന് ഇപ്പോൾ 2 പ്രധാന കഥാപാത്രങ്ങളാണ് ആ നാടകത്തിലുള്ളത്. അപ്പോൾ ഒന്നുകിൽ അങ്കിളുടെ കഥാപാത്രത്തിന് ബെസ്റ്റ് ആക്ടർ കിട്ടും, അതല്ലെങ്കിൽ ഒരു അനാഥാലയത്തിലുള്ള ഒരു അമ്മാവൻ്റെ റോൾ എടുക്കുന്ന അങ്കിള് ഡോക്ടറാണ്. അപ്പം ഡോക്ടറോ അമ്മാവനോ അങ്ങനെ ഞങ്ങൾക്ക് 2 പേർക്കും പല സന്ദർഭങ്ങളിലും നല്ലപോലെ അഭിനയിക്കാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും നല്ലൊരു സാഹചര്യം എന്ന് പറയുന്നത്, ഈ അനാഥാലയത്തിലുള്ളവർ ഈ ഡോക്ടർ അങ്ങെല്ലാം വലിയ ഡോക്ടറല്ലേ എന്ന് പറയുമ്പോൾ ഡോക്ടറുടെ ഒരു ഡയലോഗുണ്ട്, നിങ്ങളെപ്പോലെ ഞാനും ഒരു അനാഥനാണ്, എനിക്ക് ഇങ്ങനെ ഒരു ഡിഗ്രിയും ഈ ഡ്രസ്സും ഇല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ഇവിടെ കഴിയാൻ, അങ്ങനെ ഒരു നീണ്ട ഡയലോഗുണ്ട്. അപ്പോൾ അതിനകത്താണ് അങ്കിള് പിടിക്കുന്നത്. അപ്പം ഒരുപാട് സ്ഥലത്ത് അങ്കിളിന് പ്രൈസ് കിട്ടിയിട്ടുണ്ട്, അങ്കിളിന് നല്ല ആത്മവിശ്വാസമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ആ ഡയലോഗ് മാക്സിമം ഗംഭീരമായിട്ട് പറയാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ തുടങ്ങി നിങ്ങളെന്നെ കളിയാക്കിയല്ലേ ഡോക്ടറാണെന്ന് പറഞ്ഞു, എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സെൻറ്റിമെൻ്റലായിട്ട് അങ്ങോട്ട് പറയാൻ തുടങ്ങിയതും ആ മത്സരം നടക്കുന്നതിൻ്റെ അടുത്ത് ഒരു ഫാക്ടറിയിലെ സൈറൺ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് വന്നു. അപ്പോൾ അങ്കിളിൻ്റെ അന്നത്തെ ഒരു അറിവ് വെച്ചിട്ട് സൈറൻ്റെ മുകളിൽ ഡയലോഗ് പറയാനാണ് അങ്കിൾ നോക്കിയത്. വർഷങ്ങൾക്ക് മുമ്പോ എന്ന് പറഞ്ഞു. അപ്പം സൈറന്റെ മേളിൽ അങ്ങനെ നമുക്ക് പറയാനൊക്കെ സൈറണ് എന്ന് പറഞ്ഞു പോയി.
അവസാനം അങ്കിള് തകർന്നു പോയി. കാര്യം ഡയലോഗും തീർന്നു, സൈറണും തീർന്നു. പിന്നെ ഒന്നുകൂടെ ഡയലോഗ് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്കിളിന് മനസ്സിലായി അന്നത്തെ പ്രൈസ് പോയെന്ന് മനസ്സിലായി. അന്ന് ജഡ്ജായിട്ടിരുന്ന ആള് പിന്നെ പിൽക്കാലത്ത് നടനായിട്ട് വന്ന നരേന്ദ്രപ്രസാദ് സാറാണ്. അപ്പം നരേന്ദ്രപ്രസാദ് സാറിനെന്ന് എന്നെ അറിഞ്ഞൂടാ, ഞാൻ കോളേജിൽ പഠിക്കുന്ന ആളാണ്. അദ്ദേഹം വലിയ ആചാര്യനാണ്. അദ്ദേഹം പറഞ്ഞു ഇവിടെ ഒരു നാടകം കളിച്ചു, അപ്പോൾ അതിനകത്ത് ഡോക്ടർ ആയിട്ട് അഭിനയിച്ച പയ്യനൊക്കെ കൊള്ളാം, പക്ഷേ അവൻ സ്റ്റേജിൽ നിന്ന് അതെങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. സൈറൺ വന്നപ്പോൾ അവൻ നിർത്തണമായിരുന്നു. ആർക്കും ഒരു പരാതിയും വരത്തില്ല. സൈറൺ അല്ല, അതിൻ്റെ മേളിൽ എങ്ങനെ ഡയലോഗ് പറഞ്ഞു. സൈറൺ കഴിഞ്ഞിട്ട് ആ ഡയലോഗ് പറഞ്ഞിരുന്നെങ്കിൽ അവൻ ബെസ്റ്റ് ആക്ടർ ആയനെ. അതൊരു പാഠമാണ് നമ്മുടെ ജീവിതത്തിൽ. അന്ന് ഒരുപാട് വിഷമിച്ചെങ്കിലും അതൊരു പാഠമാണ്. നമ്മൾ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ആൾക്കാർ എന്തെങ്കിലും തരത്തിൽ ഒരു ശ്രദ്ധക്കുറവോ ഇത് മൈക്കിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ലൈറ്റ് ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ നിർത്തണം. അത് സ്റ്റേജിലുള്ള ഒരു പാഠമാണ്. അങ്കിൾ അന്ന് ദുഃഖം തോന്നിയിട്ട് അങ്ങനെ അങ്ങ് പോയിരുന്നെങ്കിലൊക്കെ അങ്കിൾ പിന്നെ നടനൊന്നും ആവത്തില്ല. അപ്പോൾ ഇത് മോളുടെ ജീവിതത്തിൽ എന്നും അത് ഒരു ഓർമ്മിക്കുന്ന ഒരു മധുര അനുഭവമായിട്ട് മാറണം. ഇനി അത് അതിജീവിച്ച് അതിഗംഭീരമായിട്ട് മുന്നോട്ട് വരണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. നന്നായി പാടി, എനിക്കും വളരെ ഇഷ്ടമായി. ആ ഗ്ലൂ ഒന്നും ചെയ്യില്ല, അതിന്റെ പറ്റിയിട്ട് മറന്ന, പക്ഷെ എന്തായാലും നന്നായി പാടി. എനിക്ക് വളരെ ഇഷ്ടം. ഇനിയും കുറച്ച് സമയമൊക്കെ ഉണ്ടല്ലോ, ഇനിയും കുറെ പാട്ടൊക്കെ പാടാൻ നിൽക്കുകയാണല്ലോ. എന്നപ്പോ നന്നായി പാടണേന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോ നന്നായി പാടി, സൂപ്പർ. താങ്ക് യു. ആ ഗ്ലൂ ഒക്കെ വന്നത് ഒന്നും വിഷയാക്കണ്ട, എല്ലാം സാരില്ല. അടുത്ത പ്രാവശ്യം നമ്മള് ക്ലീൻ ആക്കി വന്നിരിക്കും അല്ലേ? അതെ. അപ്പൊ മക്കളെ ഗ്രേഡ് വേണ്ടേ? അപ്പൊ തീർത്ഥക്കുട്ടിക്ക് ഇന്ന് നമ്മൾ തരാൻ പോകുന്ന ഗ്രേഡ് താങ്ക് യു സർ. Congratulations, you are awarded a double. Wow. 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 ആടി ഒരു ഗ്രൂപ്പ് കുട്ടി. Congratulations, you have awarded a double wow. Thank you. Wow. കുട്ടി, all the best. Thank you. ടാറ്റാ. സ്നേഹസംഗീത വേദിയിൽ ആനന്ദരാഗസാഗരം ഒരുക്കാൻ തലസ്ഥാന നഗരിയിൽ നിന്നും ശ്രീനന്ദക്കുട്ടി എത്തുന്നു. വെൽക്കം ശ്രീനന്ദ ഓൺ സ്റ്റേജ്. മധുചന്ദ്രിക പോലൊരു പെണ്ണ്, മണിമീന തുള്ളണ കണ്ണ്, പുതുമാരനെ ഓർത്തത് കൊണ്ട് ഇടനെഞ്ചിൽ മൂളണ വണ്ട്, ഒന്ന് വെറൈറ്റി ആയിട്ട് തട്ടമൊക്കെ ഇട്ടാണല്ലോ വന്നേ. ഹലോ തട്ടമിട്ട കുട്ടി, എന്താണ് വിശേഷം? സുഖം. ഏത് പാട്ടാ മോളെ? ഞാൻ കസ്തൂരി തൈലമിട്ട് മുടി മിനുക്കി. ആ, അതാണോ ഈ തട്ടം? എത്ര ഫേമസ് സോങ് അല്ലേ, എത്ര നാളായിട്ട്. അതായത് ചില പാട്ടുകൾക്കൊന്നും ഒരിക്കലും മരണമില്ല. ഇതാരാണ് എഴുതിയത് അറിയാവോ? എഴുതിയത് വയലാർ സർ. സംഗീതം ദേവരാജൻ മാസ്റ്റർ. ഞങ്ങൾ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പോകും കേട്ടോ. ഇപ്പൊ തുടക്കമായതുകൊണ്ട് ഞങ്ങളൊന്നും ചോദിക്കുന്നില്ല, എല്ലാം പഠിച്ചുകൊണ്ട് വേണം വരാൻ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. All the best. Thank you. കസ്തൂരി തൈലമിട്ട് മുടി മിനുക്കി, മുത്തോട് മുത്തു വച്ച വള കിലുക്കി, കയ്യിൽ മുത്തോട് മുത്തു വച്ച വള കിലുക്കി, മന്ദാര കുളങ്ങരെ കുളിച്ചൊരുങ്ങി, മംഗല്യ
ശ്രീനന്ദക്കുട്ടി വളരെ നന്നായിരുന്നു, ഉഗ്രനായിട്ട് പാടി. താങ്ക് യു സർ. പ്രത്യേകിച്ച് നല്ല വോയിസ് ആണ്, നല്ല പവർഫുൾ വോയിസ് ആണ്. താങ്ക് യു സർ. പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ ചില സ്ഥലത്ത് ശ്രുതി ചരണം ഒന്ന് പാടാമോ? ചരണം ഫസ്റ്റ് 2 ലൈൻസ്. എന്നും കിളിവാതിൽ തുറക്കുമ്പോൾ അവൻ നിന്നെ മുട്ടി വിളിക്കുമ്പോൾ നിങ്ങൾ നെഞ്ചൊരുമ്മിയോ. ആ അത് അവിടേക്ക് എത്ര സ്ലോ ആവുന്നുണ്ട്. അതാണ് ഞാൻ നോട്ട് ചെയ്തത്. പിന്നെ ചെറിയ മൈന്യൂട്ടായിട്ട് ശ്രുതി ചേരാനുണ്ടായിരുന്നു, അതാണ് ഞാൻ നോട്ട് ചെയ്തത്. പാട്ട് കലക്കി, ഉഗ്രനായി കേട്ടോ. നമ്മളെല്ലാരും വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഈ ചെറിയ പ്രോബ്ലംസ് മാത്രം ഉണ്ടായി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സർ. ശ്രീനന്ദക്കുട്ടി, സർ നല്ല സെലക്ഷൻ ഓഫ് ദ സോങ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നല്ല സെലക്ഷനാണ്, നന്നായിട്ട് പാടി. ശ്രുതിയുടെ ഒരു ചെറിയ അത്, കാരണം അത് നാച്ചുറലി ഉണ്ടാകും. ടോപ്പ് പോർഷനിൽ തന്നെ 2 പ്രാവശ്യം പാടുമ്പോഴത്തേക്ക് അതിന്റെ ഒരു ചെറിയൊരു ശ്രുതി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അലൈൻമെന്റ് ചെറുതായിട്ട് മാറും. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. താങ്ക് യു സർ. എനിക്ക് ആദ്യം തൊട്ടേ എനിക്ക് ശ്രീനന്ദയുടെ പാട്ട് വളരെ കോൺഫിഡന്റ് ആണ് പാട്ട്. അതെ അതെ, ഒരു ഡൗട്ട് എന്ന് പറഞ്ഞ സംഭവമില്ല. വളരെ കൃത്യമായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യുന്നു. എല്ലാം കൊണ്ടും എനിക്ക് വളരെയധികം എനിക്ക് സൂപ്പറായിട്ട് ഫീൽ ചെയ്തു. താങ്ക് യു സർ. എനിക്ക് മോൾ ഈ പാട്ട് കൊണ്ടുവന്നത് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം വേറൊന്നുമല്ല, മാപ്പിളപ്പാട്ട് അല്ലെങ്കിൽ ഒപ്പന പാട്ട് എടുക്കുമ്പം അതിന് വേണ്ടുന്ന ഒരു ശൈലിയുണ്ട്. അതിൽ കറക്റ്റായിട്ട് അത് ചെയ്തില്ലെങ്കിൽ അത് അറ്റംപ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം ആ ഒരു ശൈലിയിൽ അത് വന്നു കഴിഞ്ഞാൽ മാത്രമേ അത് പാടി നമുക്കത് കൺവിൻസ്ഡ് ആവുള്ളൂ. മോള് പാടിയപ്പോഴും എനിക്കത് വളരെ വളരെ നന്നായിട്ട് തന്നെ തോന്നി. മോളത് കറക്റ്റായിട്ട് തന്നെ അത് സംഘടിപ്പിച്ചെടുത്തു. അത് മാപ്പിളപ്പാട്ടുകളും ഒപ്പന പാട്ടുകളും എല്ലാം കൂടുതൽ മോൾക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എപ്പോഴും വടക്കൻ കേരള സൈഡിലുള്ള കുറേ ആർട്ടിസ്റ്റുകളുണ്ട് ഇതിന് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനത്തെ ആർട്ടിസ്റ്റുകളുടെ പാട്ടുകൾ വെറുതെ കേട്ടിരിക്കുന്നത് നല്ലതാ മോൾക്ക്. അപ്പൊ എന്താ വെച്ചാൽ ഇവരുടെ ആ ശരിക്കും അവരുടെ നാച്ചുറൽ ആയിട്ടുള്ള എന്തൊക്കെയാ സ്റ്റൈൽസ് എന്ന് മനസ്സിലാവും. നമുക്ക് സംഗതിയാണ് ഗമകമാണെന്നൊക്കെ തോന്നും, എന്നാൽ അതൊന്നും അല്ല, അതൊരു ഫീലാണ് അവരുടേത്. ചെറിയ ഗ്രേസ് നോട്ട് ടച്ചസ്. മോളിപ്പോ ഇത്രയും നന്നായിട്ട് പാടിയത് കൊണ്ടാണ് മോളുടെ അടുത്ത് പറയുന്നത്. അതൊക്കെ ഒരു റെഫറൻസ് ആയിട്ട് വെക്കുന്നത് നല്ലതാണ്. അപ്പൊ എന്തായാലും ഈ പാടിയെടുത്തോളെല്ലാം എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. എല്ലാം നന്നായിട്ടുണ്ട്. പിന്നെ ഇവര് ഈ 2 അങ്കിൾമാർ പറഞ്ഞതുപോലെ പിച്ച് മോള് കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അല്ലെങ്കിൽ എല്ലാം നല്ലതാണ്. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. ശ്രീനന്ദ മോളെ സർ. വളരെ നന്നായിരുന്നു. താങ്ക് യു സർ. ഇതേത് സിനിമയിലാണെന്നറിയാവോ? കടൽപ്പാലം. കടൽപ്പാലം. ആ സിനിമയിൽ പ്രധാന നടൻ സത്യൻ മാഷാണ്. ഡബിൾ റോളാണ്, അച്ഛനും മകനും. അതുവരെ ഉണ്ടായിരുന്ന മലയാള സിനിമയിൽ നിന്നൊരു വ്യത്യസ്തമായ ഒരു ചിത്രമായിരുന്നു കടൽപ്പാലം. നാരായണ കൈമൾ എന്ന് പറഞ്ഞ ഒരാളാണ് സത്യൻ മാസ്റ്റർ. റിട്ടയർഡ് ജഡ്ജിയാണ്, ഭയങ്കര ടെററാണ്, 3 മക്കളുണ്ട്. ഇയാൾ പറയുന്നതല്ലാതെ ആ വീട്ടിലൊന്നും നടക്കത്തില്ല. ഇത് ഞങ്ങളുടെ നാടകമായിരുന്നു. ഈ ജഡ്ജിയായിട്ട് അച്ഛൻ സത്യനായിട്ട് അഭിനയിച്ചത് എൻ്റെ അച്ഛനായിരുന്നു. അടൂർ ഭവാനി ചേച്ചിയുടെ റോൾ എടുത്തത് എൻ്റെ അമ്മയായിരുന്നു. ഭയങ്കര സൂപ്പർ ഹിറ്റ് നാടകമായിരുന്നു, സൂപ്പർ ഹിറ്റ് സിനിമയുമായിരുന്നു. ആ പാട്ട് മോളെടുത്ത് പാടിയതിന് പ്രത്യേക നന്ദി. ഓൾ ദി ബെസ്റ്റ്. നന്നായി പാടി, എനിക്ക് വളരെ ഇഷ്ടമായി. താങ്ക് യു. ഞാൻ പാട്ടും കേട്ടു, ഇടയ്ക്ക് ബീജത്തിലൊക്കെ ഡാൻസും കളിച്ചു. ശ്രീഹരി, ജഡ്ജസ് പറഞ്ഞ പോലെ നല്ലോണം കേട്ട് പഠിക്കണം. സൂപ്പർ ആയിരുന്നു. താങ്ക് യു സർ. സാർ, നിന്നെ അറിഞ്ഞവരെ ഞങ്ങൾ ഡാൻസും പെർഫോമൻസ് ഒക്കെ ചെയ്തിട്ട് അടിച്ചു പൊളിച്ച് നല്ല എൻജോയ് ആയിട്ട് പാടി, ഒരു ടെൻഷനും ഇല്ലാണ്ട്. ശ്രീനന്ദ സർ, ഇന്ന് ഉഗ്രനായിട്ട് പാടിയതിന്റെ പേരില് ശ്രീനന്ദയ്ക്ക് താങ്ക് യു സർ. Congratulations, Srinanda. You are awarded A Extra. Thank you. Okay. അടിയൊരു നന്ദപ്പൂക്കുറ്റി. Congratulations. You are awarded A Extra. Thank you. Thank you. ശ്രീനന്ദക്കുട്ടി, ഓൾ ദ ബെസ്റ്റ്. Thank you. Ta-ta. 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 അപ്പോൾ ഇനി വരുന്ന പാട്ടുകളൊക്കെ ജഡ്ജസ് ഒക്കെ പറഞ്ഞ് ശ്രദ്ധിച്ചിട്ട് ഇനി അടുത്ത പ്രാവശ്യം നല്ല നല്ല പാട്ടുകൾ എടുത്തിട്ട് വരാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അനുപമ സംഗീത സന്ധ്യയിലെ അനുഗ്രഹീത ഗായിക കോഴിക്കോട്ട് നിന്നും ദേവ്ന ശ്രേയ. വെൽക്കം ദേവ്ന കുട്ടി ഓൺ സ്റ്റേജ്.
ദേവ്ന ശ്രീകുട്ടി, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഇപ്പൊ ഓൺലൈൻ ക്ലാസ് ഒക്കെ നടക്കുകയല്ലേ? ഏറ്റവും പാടുള്ള സബ്ജക്ട് ഏതാ? ഏറ്റവും പാടുള്ള സബ്ജക്റ്റ് കണക്ക്. കണക്കാണോ? കണക്ക് എളുപ്പമാക്കാൻ ചേച്ചി ഒരു ഐഡിയ പറഞ്ഞു തരട്ടെ. നമ്മുടെ പ്ലേ സ്റ്റോറിൽ 90+ ട്യൂഷൻ ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഉണ്ട്. മോൻ ഇന്ന് തന്നെ പോയിട്ട് ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോന് കാർട്ടൂണൊക്കെ കാണാൻ ഇഷ്ടമല്ലേ? അപ്പോൾ അവരതുപോലെ ആനിമേഷനൊക്കെ വെച്ചിട്ടാണ് മോനെ അത് പഠിപ്പിക്കണേ. അപ്പോൾ കണക്കൊക്കെ കുറച്ചുകൂടെ എളുപ്പമായിട്ട് പഠിക്കാൻ പറ്റും. പിന്നെ സാധാരണ നമ്മൾ ട്യൂഷൻ ഫീസ് കൊടുക്കുന്നതിനേക്കാളും കുറച്ച് ചെറിയ എമൗണ്ടിലായിരിക്കും നമുക്കത് ആപ്പ് യൂസ് ചെയ്യാം. മോൻ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ മാത്രം നെറ്റ് യൂസ് ചെയ്താൽ മതി. അത് കഴിഞ്ഞ് പിന്നെ നെറ്റിൻ്റെ ആവശ്യമില്ല. അപ്പം അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജ് നമുക്കുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ പോയിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യില്ലേ? ഉറപ്പല്ലേ? അപ്പോൾ എന്തായാലും പാട്ടൊക്കെ നന്നായിട്ട് പാടാം. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ദേവനശ്രീ അല്ലേ അന്ന് പാടാൻ വന്നപ്പോ കയ്യില് ബാൻഡേജ് ഒക്കെ ഇട്ടത്, എന്നിട്ട് പ്രയോറിറ്റിയിലിട്ടത് ഇല്ലേ? മോള് ഉഗ്രനായിട്ട് പാടിയത് കൊണ്ടാണ് ഇത്ര ആൾക്കാർക്ക് മോൾക്ക് സെലക്ഷൻ കിട്ടണം. അപ്പൊ എല്ലാരോടും താങ്ക് യു പറഞ്ഞു. എല്ലാരോടും താങ്ക് യു. ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? ഞാൻ ഒളിച്ചിരിക്കാൻ. അപ്പൊ നമുക്ക് തുടങ്ങാം. നന്നായി പാടണം കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഒളിച്ചിരിക്കാൻ വള്ളിക്കൊടിയിലൊന്നൊരുക്കി വച്ചില്ലേ? കളിച്ചിരിക്കാൻ കഥ പറയാൻ കിളിമകൾ വന്നില്ലേ? ഒളിച്ചിരിക്കാൻ വള്ളിക്കൊടിയിലൊന്നൊരുക്കി വച്ചില്ലേ? കളിച്ചിരിക്കാൻ കഥ പറയാൻ കിളിമകൾ വന്നില്ലേ? ഇനിയും കിളിമകൾ വന്നില്ലേ?
കാലക്കി. Superb, superb. താങ്ക് യു. ദേവനക്കുട്ടി, ഓ ഈ ദേവന, ശ്രീ ദേവന, ഒരുപാട് ദേവന ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് പേര് വിളിക്കണം അങ്കിള്? വീട്ടില് ദേവൂന്നും വിളിക്കും, കുഞ്ഞുന്നും വിളിക്കും. കുഞ്ചി എന്നാക്കാം. Yes. കുഞ്ചിഞ്ചി. എന്നാൽ ഇത് വളരെ കഷ്ടമാ കുഞ്ചിഞ്ചി പാടാൻ. കാരണം എന്താണെന്നറിയോ, ആദ്യം തുടക്കത്തിൽ ഒരു ലേശം ശ്രുതി മാത്രമേ ഉള്ളൂ, താളമില്ല, ഒന്നുമില്ല. പണ്ട് എനിക്കൊരു അനുഭവം ഉണ്ടായത്, അതായത് ആറ്റിറമ്പിലെ കൊമ്പിലെ തത്തമ്മേ കളി തത്തമ്മേ മിണ്ടാതടി, കേട്ടിട്ടുണ്ടോ പാട്ട്? ഓ കേട്ടിട്ടുണ്ട്. ആ പാട്ട് പാടാൻ വേണ്ടി ഞാൻ ABM RR എന്ന സ്റ്റുഡിയോയിൽ ചെന്നപ്പം അവിടെ ഒരു പരിഷ്കാരം രാജാ സാർ. അപ്പം ഞാൻ ചെന്നപ്പോൾ ഓർക്കസ്ട്ര നോക്കിയപ്പം ആരുമില്ല. 10 മണിയായി, 11 മണിയായപ്പോഴത്തേക്ക് സാറ് പാട്ട് പഠിപ്പിക്കാൻ അകത്തോട്ട് വിളിച്ചു. എന്നിട്ട് ഹാർമോണിയം വെച്ചിട്ട് സാറ് കുറച്ച് പറഞ്ഞു തന്നു, ബാക്കി അദ്ദേഹത്തിൻ്റെ അസിസ്റ്റന്റ് പറഞ്ഞു തന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഓർക്കസ്ട്ര ഇല്ലേ? ഓർക്കസ്ട്ര ഇല്ല സാർ, ഇന്ന് ക്ലിക്ക് മട്ടും, എന്താ ക്ലിക്ക് 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 ശ്രുതി മട്ടും പോട്ട് அந்த സോങ് മൊത്തമായി എടുത്തില്ല. ഭയങ്കര പ്രയാസമാണ്. ക്ലിക്കിട്ടെ ഇങ്ങനെ കിടക്കും. അപ്പം അവിടുന്ന് ഒരു 8 ബാർ കഴിയുമ്പോഴത്തേക്ക് 2 ആറ്റിറമ്പിലെ കൊമ്പിലെ തത്തമ്മേ കളി തത്തമ്മേ മിണ്ടാതടി മിണുങ്ങാതടി കോലനാലി നീണ്ടാത്തത് ചുണ്ടാതടി കൂട്ടുകാരി നെഞ്ചിലൊരു കിങ്ങിണി പൂവായി താളേ താനീനേ ചെല്ലച്ചെറു ചിങ്കിരി. കണ്ടോ? അപ്പം അവിടെ നമ്മൾ പാടുമ്പോഴത്തേക്ക് വലിയ ചെല്ലച്ചെറു ചിങ്കിരിപ്പൂവായി താളം തുള്ളുന്നു. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടുകയാണ്. അന്ന് പറഞ്ഞ പോലെ ഈ പാട്ടിന് തുടക്കത്തിലൊന്നുമില്ല, ആദ്യത്തെ ആലാപനവും ബാക്കി എല്ലാ സ്ഥലങ്ങളിലും മോള് വളരെ പെർഫെക്റ്റ് ആയിട്ട് പോയിരിക്കുകയാണ്. ഈ പ്രായത്തിൽ ഇറ്റ് ഈസ് ടു മച്ച്. കുറച്ച് സംഗതിയും ഈ ലേശം ശ്രുതിയുടെ പ്രശ്നങ്ങൾ മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. ബാക്കി ഒരു 99.9% സൂപ്പർ. മോളു, ഓ എനിക്ക് മോളുടെ പാട്ട് വളരെ വളരെ ഇഷ്ടപ്പെട്ടു, ഒരു സംശയമില്ല. എല്ലാം എന്താ ആഗ്രഹിച്ചോ അതിൽ കൂടുതലേ കിട്ടിയിട്ടുള്ളൂ ആദ്യത്തെ പാട്ടെന്ന് നോക്കുമ്പോൾ. ഓക്കെ, അപ്പൊ ഇനി മോള് ഇതേപോലെ തന്നെ നല്ല നല്ല പാട്ടുകൾ കൊണ്ടുവരിക. പല്ലൊക്കെ പോയി വന്നോ? പല്ലൊക്കെ പോയി വന്നു. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ദേവനക്കുട്ടി, ഇത് കലക്കിയല്ലോ, സൂപ്പർ ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് പെർഫോമൻസ് തന്നെ ഇത്രയും ഗംഭീരാക്കി അല്ലേ? നേരത്തെ ശ്രീകുടഞ്ഞേട്ടൻ പറഞ്ഞില്ലേ ക്ലിക്കും ശ്രുതിയും വെച്ച് പാടി എന്ന് പറഞ്ഞ, അതുപോലെ അങ്കിൾ ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു, കനാ കണ്ടനടി തോഴി. അത് ഓർക്കസ്ട്ര ചെയ്ത ആള്, പ്രോഗ്രാം ചെയ്ത ആളാണ് എന്റെ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ദീപക്. അതിന്റെ ഒരു 4 വരി ദീപു. അപ്പൊ 4 വരി നമുക്ക് മധുവിന്റെ അത് പാടാം. കനാ കണ്ടേനടി തോഴി, കനാ കണ്ടേനടി കനാ കണ്ടേനടി കനാ കണ്ടേനടി, കനാ കണ്ടേനടി കനാ കണ്ടേനടി കനാ കണ്ടേനടി. ഉൻവിഴി മുതൽ മൊഴി വരെ മുഴുവതും കവിതകൾ അകമെത് പുറമെത് പുരിந்தது പോലെ കനാ കണ്ടേനടി. ഉൻമുടി മുതൽ അടി വരെ മുഴുവതും ഇനിമകൾ സുവയത് സുഖമെത് അറിந்தது പോലെ കനാ കണ്ടേനടി തോഴി, കനാ കണ്ടേനടി. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ദേവനക്കുട്ടി, ഓ ഞാൻ ഈ ലിസ്റ്റ് നോക്കിയപ്പോൾ ദേവനക്കുട്ടിയുടെ ഫേവററ്റ് സോങ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടു. പാട്ട് മോള് പാടി തുടങ്ങുന്നതിന് മുമ്പ്. പക്ഷെ പാട്ടിലുടനീളം മോളോട് എനിക്ക് കൂടുതൽ കൂടുതൽ സ്നേഹവും ഇഷ്ടമൊക്കെ തോന്നി. കാരണം മോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 5ാം ക്ലാസ്സിലായി. മത്സരമൊക്കെ വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് മോള്? മത്സരമൊക്കെ വരുമ്പോ ഫസ്റ്റ് എനിക്ക് കിട്ടാറുണ്ട്. ഞാൻ പെട്ടെന്ന് ഇവിടെ ഇരുന്നപ്പോൾ ഓർത്തത് നിങ്ങളിങ്ങനെ രണ്ടുപേരും ക്ലിക്ക് ക്ലിക്ക് അതിനകത്തൊക്കെ പാടുന്നു. അപ്പം ചുമ്മാ ഞാൻ അതെടുത്തിരുന്ന് പ്രയോഗിച്ച ഉള്ള ഒരു ചെറിയ ഇൻസിഡൻറ്റ് പെട്ടെന്ന് എൻ്റെ ഓർമ്മ. ഒരു കാലഘട്ടത്തിൽ മമ്മൂട്ടിയെ ഈ സിനിമയിൽ വരുമ്പോഴത്തേക്ക് കാണാൻ തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു ഇമ്പമായിരുന്നു. അപ്പോൾ സന്ധ്യയ്ക്ക് വിരിഞ്ഞ പൂവ് എന്ന് പറഞ്ഞ പടത്തിനകത്ത് ഇളയരാജ സാറാണ്. അപ്പോൾ അദ്ദേഹം ഗിറ്റാർ വെച്ചിട്ട്
ഒരു പാട്ട് പാടുന്നു. ഭയങ്കര വെള്ള പാൻറ്റും വെള്ള ഷർട്ടൊക്കെ ഇട്ടിട്ട് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. അപ്പം അന്നൊന്നും ഈ ക്ലിപ്പിങ്ങും മറ്റതൊന്നും ഇല്ല. സിനിമയിൽ തന്നെ പോയി കാണണം, അല്ലെങ്കിൽ പിന്നെ കാസറ്റ് ഇറങ്ങുമ്പോഴേ കാണാനൊക്കെ. അപ്പോൾ ആൾക്കാരെല്ലാവരും ഇങ്ങനെ തിയേറ്ററിലിങ്ങനെ ഇങ്ങനെയൊക്കെ നമുക്ക് കേൾക്കാം. കാര്യം അത്രയ്ക്ക് ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട്. അപ്പം ഒരുപാട് ആൾക്കാർ നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ സിനിമയിൽ ഞാനില്ല. അടുത്ത സിനിമയിൽ അദ്ദേഹമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, സന്ധ്യയ്ക്ക് പിരിഞ്ഞു പോ കലക്കി കേട്ടോ, ഗംഭീരമായിരുന്നു, നല്ല പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു, പാട്ട് രംഗമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞു, പാട്ട് രംഗമൊക്കെ കലക്കി, ആ ഗിറ്റാർ വെച്ച് പാടുന്നത് എന്താ ഗംഭീരമല്ലായിരുന്നു. ഒരുപാട് പേര് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പിന്നെ സംഗീതം അറിയാവുന്നവർക്ക് അപ്പോഴൊരു തോന്നിയൊരു കുസൃതിയാണ്. സംഗീതം അറിയാവുന്നവർക്ക് ചില ചെറിയൊരു അത് ടോട്ടാലിറ്റിയിൽ, ഇപ്പം നിങ്ങളൊക്കെ പറയുന്നതൊക്കെ ടോട്ടാലിറ്റിയിൽ ഗംഭീരമാണ്, അതിനകത്തൊരു ചെറിയ. അപ്പോൾ നമുക്കാന്ന് പറഞ്ഞു, അതെന്തുവാ? ഞാൻ പറഞ്ഞു, ഈ ഗിറ്റാർ വായിക്കുമ്പോഴേ എപ്പോഴും സി മൈനർ വായിച്ചിട്ട് പിന്നെ ഡി മൈനറിലോട്ട് പോകരുത്. എ മൈനർ കഴിഞ്ഞ് ഡി മൈനർ പോകാതെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം നമ്മുടെ അവിടെ ഞാൻ കുറച്ച് മ്യൂസിക് ആൾക്കാരുമായിട്ടായിരുന്നു കണ്ടത്. അപ്പോൾ അവർ പെട്ടെന്ന് അയ്യോ എന്ന് പറഞ്ഞു. പക്ഷെ വേറെ ആർക്കും മനസ്സിലാകത്തില്ല. എപ്പോഴും നമ്മൾ ഡി മൈനറിൽ നിന്ന് എ മൈനറിലോട്ട് പോകരുത്. സി മൈനർ വന്നിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് മൈനർ ഈ മൈനർ പറഞ്ഞപ്പോൾ അത് പുള്ളിക്കൊരു മേജർ പ്രോബ്ലം. അപ്പോൾ മേജർ പ്രോബ്ലം ആയിട്ട് ഒരുത്തനും പറഞ്ഞു തരത്തില്ലല്ലോ. അതിനെങ്ങനെ വിവരമുള്ളവനെങ്ങനെ ഷൂട്ടിങ് വരത്തുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു അത് ഒരു തമാശയായിട്ട് അപ്പോഴത്തേക്ക് തീരുമെന്ന് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി ഫോൺ ചെയ്തിട്ട് അതിന്റെ ആൾക്കാരെ, നീയൊക്കെ എന്തോ നോക്കി നിൽക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, പോട്ടെ, അത് ചെറിയൊരു കാര്യമില്ലേ, വലുതാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പുള്ളി അതൊക്കെ നമ്മൾ എന്തോടാ എ മൈനർ. ഞാൻ പറഞ്ഞത് പക്ഷെ ഇപ്പോ ഇതെങ്ങാണ് അബദ്ധത്തിൽ ഈ പ്രോഗ്രാം കാണുമ്പോഴായിരിക്കും പുള്ളി അറിയുന്നത്. അന്ന് അവനിട്ട് എനിക്കൊരു പണിഞ്ഞാണ്. മോളെ ഗംഭീരമായിട്ട് കേട്ടോ. ഹലോ, പാട്ടൊക്കെ നന്നായി പാടി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു, സൂപ്പർ ആയിരുന്നു. പിന്നെ എനിക്ക് ഹെയർ സ്റ്റൈലും ഇഷ്ടപ്പെട്ടു. പിന്നെ ഒന്നും പറയല, എല്ലാം ഇഷ്ടപ്പെട്ടു. താങ്ക് യു. എനിക്ക് ഡോറേനെ പോലെ തോന്നി ചേച്ചി. ഞാൻ ഡോറ ചേച്ചിന്ന് വിളിച്ചോ. ചേച്ചി എന്തായാലും സൂപ്പറായി പാടി, എനിക്ക് വളരെ ഇഷ്ടമായി. താങ്ക് യു. കീപ് ഗോയിങ്. ശ്രീഹരി സർ സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. താങ്ക് യു. പാടുമ്പോ ഒരു ചിരി ഉണ്ടല്ലോ, സൂപ്പറായിരുന്നു. അപ്പൊ ദേവനക്കുട്ടിക്ക് ഇന്ന് കിട്ടാൻ പോകുന്ന, അല്ലെങ്കിൽ കുഞ്ചിഞ്ചിക്ക് ഇന്ന് കിട്ടാൻ പോകുന്ന ഗ്രേഡ് ദേവനക്കുട്ടി, ആദ്യത്തെ സ്റ്റേജ്, ആദ്യത്തെ പാട്ട് എ എക്സ്ട്രീം, അതൊരു റെക്കോർഡാണ്. ആടി ഒരു ഇഞ്ചി കുഞ്ചി പൂക്കുറ്റി. കൺഗ്രാറ്റുലേഷൻസ്. എക്സ്ട്രീം ഒക്കെ ആദ്യത്തെ സ്റ്റേജിൽ തന്നെ എക്സ്ട്രീം വാങ്ങിച്ചു. എന്ത് സന്തോഷമായ? സന്തോഷായി. എന്തായാലും ഇനി വരുന്ന സ്റ്റേജസിലൊക്കെ ജഡ്ജസ് പറഞ്ഞതൊക്കെ ഒന്ന് കൺസിഡർ ചെയ്തിട്ട് നല്ല നല്ല പാട്ടുകളെടുത്ത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിന്റെ ഈ വേദിയിൽ നമ്മുടെ സ്വന്തം മധുവങ്ങളുടെ ഒരു പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെല്ലാവരും കാത്തിരിക്കുകയാണ് എന്നെനിക്കറിയാം. അപ്പൊ മധുവങ്ങളെ വിളിക്കാം. വെൽക്കം മധു അങ്കിൾ ഓൺ സ്റ്റേജ്. പ്രവാഹമേ ഗംഗാ പ്രവാഹമേ സ്വരരാഗ ഗംഗാ പ്രവാഹമേ സ്വർഗീയ സായുജ്യ സാരമേ നിൻ
ഒന്നിച്ചിണക്കി നിരുപമനാദത്തിൻ ലോല തന്തു നിന്നെയും എന്നെയും ഒന്നിച്ചിണക്കി നിരുപമനാദത്തിൻ ലോല തന്തു മിൻഹാസരശ്മിയിൽ മാണിക്യമായി മാറി ഞാനെന്ന നീഹാര ബിന്ദു മിൻഹാസരശ്മിയിൽ മാണിക്യമായി മാറി ഞാനെന്ന നീഹാര ബിന്ദു സ്വരരാഗ ഗംഗാ പ്രവാഹമേ സ്വർഗീയ സായുജ്യ സാരമേ നിൻ സ്നേഹഭിക്ഷയ്ക്കായി നീറി നിൽക്കും തുളസീദളമാണു ഞാൻ കൃഷ്ണ തുളസീദളമാണു ഞാൻ സ്വരരാഗ ഗംഗാ പ്രവാഹമേ ആത്മാവിൽ നിൻരാഗസ്പന്ദനമില്ലെങ്കിൽ ഈ വിശ്വം ചേതനാശൂന്യമല്ലോ ആത്മാവിൽ നിൻരാഗസ്പന്ദനമില്ലെങ്കിൽ ഈ വിശ്വം ചേതനാശൂന്യമല്ലോ എൻ വഴിത്താരയിൽ ദീപം കൊളുത്തുവാൻ നീ ചൂടും കോടീരവില്ലേ എൻ വഴിത്താരയിൽ ദീപം കൊളുത്തുവാൻ നീ ചൂടും കോടീരവില്ലേ സ്വരരാഗ ഗംഗാ പ്രവാഹമേ സ്വർഗീയ സായുജ്യ സാരമേ നിൻ സ്നേഹഭിക്ഷയ്ക്കായി നീറി നിൽക്കും തുളസീദളമാണു ഞാൻ കൃഷ്ണ തുളസീദളമാണു ഞാൻ സ്വരരാഗ ഗംഗാ പ്രവാഹമേ സ്വരരാഗ ഗംഗാ പ്രവാഹമേ മുകേഷ് അങ്കിളെ, നമ്മുടെ ടോപ്പ് സിംഗറിലെ ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദി ഡേ ആരാണ്? ടുഡേസ് ബെസ്റ്റ് പെർഫോമർ ഈസ് ശ്രീനന്ദ. വെൽക്കം ശ്രീനന്ദ കുട്ടി ഓൺ സ്റ്റേജ്. ശ്രീനന്ദ കുട്ടിക്ക് GRB നൽകുന്ന ഒരു സമ്മാനം. ഇന്നത്തെ ടോപ്പ് സിംഗർ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. കേരള സർക്കാരിന്റെ 100 ദിന പദ്ധതികളിൽ കിഫ്ബിയുടെ ധനസഹായത്തോടെ പൊതുവിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കുന്നു.